അങ്ങനെ ഒരാഴ്ച നീണ്ട എൻ്റെ നാട്ടിലെ വാസം അവസാനിക്കുകയാണ്. ഞാൻ തിരിച്ച് ഡൽഹിയിലോട്ട് പോവാണ്. ഇനി ഡൽഹി പോയാൽ ഇനി 1.5 മാസത്തിന് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരണ പോലെ ഇഡ്ഡലി ചട്നി ഒന്നും കിട്ടൂല. അവിടെ ഇതൊന്നും കിട്ടൂല. അവിടെ ഫുൾ നമ്മൾ ചോറ് അങ്ങനെയൊക്കെ വെക്കാം. അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ ഇഡ്ഡലിയും ചട്നിയും മിസ് ചെയ്യും. എന്താ ഉമ്മക്ക് പറയാനുള്ളത്? ഇത് വ്ളോഗാണ്. എന്താ പറയാനുള്ളത്? മിസ് ചെയ്യും. പിന്നെ എന്താ പറയാ, ഞാൻ പോയ ഞങ്ങള് ജോളി ആയിട്ട് ഇവിടെ ഇരിക്കല്ലേ. എന്ത് ജോളി? നീയാണ് ജോളി. സൂറാമ 2 വാക്ക് പറയോ? സൂറാമ ഞാൻ ഇതുവരെ എന്റെ ഉമ്മാന്റെ എന്റെ വ്ളോഗില് സൂറാമ 2 വാക്ക് പറയോ? എന്തെങ്കിലും പേരക്കുട്ടിനെ പറ്റിട്ടോ ഷായത്താണ് എന്താ ചിരിക്കാണ്. 2 വാക്ക് സൂറാമ. ഒരു ഹായ് എങ്കിലും പറയൂ വ്യൂവേഴ്സിന്. ഹായ് ഹായ്. ഞാൻ പോവാണ് ഡൽഹിക്ക്. പോട്ടെ. ഞാൻ പോവാണ് ഡൽഹിക്ക്. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഡൽഹി ടു കോയമ്പത്തൂർ ഫ്ലൈറ്റിലാണ്. തിരിച്ചു പോകുന്നത് അങ്ങനെ തന്നെയാണ്, ഒറ്റയ്ക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സോളോ എങ്ങനെയാണ് പാലക്കാട് കോയമ്പത്തൂർ എയർപോർട്ട് ടു ഡൽഹി എങ്ങനെയാണ് എന്നുള്ള എക്സ്പീരിയൻസും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പാലക്കാട് ടൗൺ. ഇതാണ് പാലക്കാട് KSRTC ബസ് ടെർമിനൽ. മിർസു ഒരു ഹായ് പറയും. മിർസു ഹായ് പറയും. മിർസു വൈകില്ല ഒരു ഹായ്. ഹായ് അപ്പേ. ഷായിത്ത, മിർസു, അമ്മ. നമ്മൾ പോവാണ്. എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാനാണ് നമ്മളെല്ലാവരും പോണത്. ആര് പറഞ്ഞു മ്യാവൂ? ഏത്? ഇതാണ് പാലക്കാട് ടൗണ്. നമ്മൾ കോയമ്പത്തൂരാണ് പോണത്. ഇതാ കാണുന്നതാണ് എൻ്റെ ഉമ്മ പഠിച്ച സ്കൂള്. അല്ലമ്മ? BEM അല്ല ഹൈസ്കൂൾ. ഇത് എന്ന് പറഞ്ഞാല് ബ്രിട്ടീഷുകാരന്റെ കാലത്ത് കാണുന്നില്ല, ആണ് ബ്രിട്ടീഷുകാർ കെട്ടിയതാണ്. 150 വർഷമൊക്കെ ആവും. നിങ്ങൾക്ക് ആ ഒരു ബിൽഡിങ്ങിന്റെ ഒരു സ്ട്രക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പണ്ടത്തെ ഒരു അതല്ലേ. വിക്ടോറിയ കോളേജ് ബ്രിട്ടീഷുകാർ കെട്ടിയതാ. വിക്ടോറിയ കോളേജ് ബ്രിട്ടീഷുകാർ കെട്ടിയതാണ്. BSc സൈക്കോളജി പഠിച്ചിട്ടുള്ളത്. ഇതാണ് BEM ഹയർ സെക്കൻഡറി സ്കൂൾ. എല്ലാരും ഇതിലാ പഠിച്ചിട്ടുള്ളത്. നമ്മളിപ്പോ ഇതാണ് പാലക്കാട് കോട്ട മൈതാനം. എത്തിയിട്ടില്ല. ചർച്ച് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെയാണ് കോട്ട മൈതാനം. രാപ്പാടി റിപ്പബ്ലിക് ഡേ ഓഗസ്റ്റ് 15. പിന്നെ ഇവിടെ ക്രിക്കറ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് കാണാം. പിന്നെ ഇവിടെ ഓപ്പൺ ജിം ഉണ്ട്. അവിടെ കാണാം ക്രിക്കറ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഗ്രൗണ്ട് ഇതൊരു ഓപ്പൺ ഗ്രൗണ്ട് ആണ്. കോട്ട മൈതാനത്തിന്റെ ഉള്ളില് വാടിക പാർക്കൊക്കെ ഉണ്ട്. അത് അപ്പുറത്തെ സൈഡാണ്. ഇതാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി. പഞ്ചായത്ത് ഓഫീസ്. ഇതാണ് പാലക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റല്. ഇതാ കാണുന്നത്. ഇതൊക്കെ അതിൽ പെട്ടതാണ്. ഇതവിടെയൊക്കെ നമുക്ക് മരുന്ന് മേടിക്കാനും ഒക്കെ. ഇത് വന്നിട്ട് ഓപ്പൺ ജിം ആണ്. നിങ്ങൾക്ക് അവിടെ കാണാൻ പോലും. ഇതൊക്കെ ഇതാണ് പാലക്കാട് കോട്ട മൈതാനം.
സുൽത്താൻ കിട്ടിയതാണ്. ക്ലിയർ ആയിട്ട് ഇതിൽ കാണണില്ല അല്ലേ? ജസ്റ്റ് അതിൽ കൂടെ പാസ് ചെയ്തേ ഉള്ളൂ. ഇതാണ് കോട്ട മൈതാനം. ഉള്ളിൽ നിങ്ങൾക്ക് കോട്ട കാണാം. പണ്ടത്തെ ആ ഒരു രാജാവിന്റെ കാലത്തുള്ള ഒരു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആര് പറഞ്ഞു മ്യാവൂ എന്നോടൊപ്പം കൂടാൻ ആർക്കാണ് ഇഷ്ടം, ആർക്കാണ് ഇഷ്ടം. പാട്. അവനിക്ക് നന്നായിട്ട് അറിയാം. മിർസൂന് അറിയാം. ഇതാണ് കഞ്ചിക്കോട് റോഡ്. കഞ്ചിക്കോട് റോഡ്. നമ്മളിപ്പോ ഒരു ടോള് പാസ് ചെയ്യാണ്. എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഭദ്രമമ്മയാണ്. എന്റെ ലേറ്റസ്റ്റ് വ്ലോഗാണ്. ഇത് കാണില്ല. ഏത് മലയാണ്? വാളയാർ എത്തിയിട്ടില്ല. വാളയാർ എത്താനേ. നമ്മള് കോയമ്പത്തൂരിന്ന് മേടിച്ചാണ് ഇളന്തിവടയും കടലമുട്ടയും ആപ്പ മേടിച്ചിട്ട് വന്നാണ് ഡൽഹിക്ക് കൊണ്ടുപോവാൻ. ഞാൻ ഡൽഹിക്ക് പോവാണ്. ഡൽഹിക്ക് ഇതാണ് കോയമ്പത്തൂർ എയർപോർട്ട്. എത്തി. നമ്മൾ എൻട്രി ചെയ്തു. എൻ്റെ വന്നിട്ട് ഗേറ്റ് നമ്പർ 1 ആണ്. ഗേറ്റ് നമ്പർ 1 വന്നിട്ട് അവിടെയാണ്. അവിടെ ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് ഒക്കെ നിൽക്കുന്നത് കാണാം. അപ്സ്റ്റേഴ്സിലായതുകൊണ്ട് തന്നെ ഇതിൽ പോവാം. നമുക്ക് വെയിറ്റിംഗ് റൂമിലേക്ക് പോവാണ്. ഇപ്പം ഞാനുള്ളത് വെയിറ്റിംഗ് റൂമിലാണ്. കുറേ ആൾക്കാരുണ്ട് വെയിറ്റ് ചെയ്യാൻ. ഞാൻ എൻ്റെ ഒരൊറ്റ ബാഗ് എടുത്തിട്ടുള്ളൂ. അതിൽ കുറേ സാധനങ്ങളുണ്ട് തിന്നാനുള്ളത്. അപ്പോൾ അതിപ്പോൾ കയ്യിൽ വെച്ച് വെയിറ്റ് തൂക്കി നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ലഗേജിൽ അങ്ങനെ കൊടുത്തു. അപ്പോൾ സെക്യൂരിറ്റി ചെക്കപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് നോക്കാം ഫ്ലൈറ്റ് എങ്ങനെയാണെന്നൊക്കെ. എനിക്കൊരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ് 8F ആണ്. അപ്പോൾ 8F എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടുക. സോ ഐ എം സോ എക്സൈറ്റഡ് ബിക്കോസ് എനിക്ക് ഇതുവരെയായിട്ട് വിൻഡോ സീറ്റേ കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ എൻ്റെ 3rd ഫ്ലൈറ്റാണ്. അപ്പോൾ ഈ ഇത്രയും ഫ്ലൈറ്റിൽ എനിക്ക് ആദ്യമായിട്ടാണ് വിൻഡോ സീറ്റ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാം. കുറച്ചൊന്നും കൂടി എനിക്ക് ഡൽഹി ലാൻഡ് ചെയ്യണതിന് മുമ്പ് ഡൽഹിയിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മേലെന്നുള്ള റിവ്യൂ ഒക്കെ കാണാം. സോ യാ ഉള്ളത് ഗേറ്റ് നമ്പർ 1, 2 ആണ്. പിന്നെ അതാണ് ഒരു ഓവറോൾ വെയിറ്റിംഗ് റൂം. നമ്മൾ പോവാണ്. ഞാനിപ്പോൾ ഫ്ലൈറ്റിലിരിക്കുകയാണ്. എൻ്റെ സീറ്റിൽ വിൻഡോ സീറ്റാണ് ഉള്ളത്. വിൻഡോ സീറ്റ് കിട്ടിയതിൻ്റെ ഹാപ്പിനെസ് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാം. കുറച്ച് നേരം ഇങ്ങനെ ഫ്ലൈറ്റിൽ ഇങ്ങനെ വെറുതെ ഇരുന്നു. പിന്നെ അവർ ടേക്ക് ഓഫ് ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കാത് ഇങ്ങനെ വേദനിക്കും. അപ്പോൾ എനിക്ക് പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. ഞാനിങ്ങനെ വെറുതെ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ വിസ്താര എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ ഫുഡൊക്കെ തന്നു. അപ്പോൾ ഞാൻ അമ്മയും ഫുഡ് ഇതൊക്കെ ഇന്ത്യക്കോല് പച്ചവെള്ളം പോലെ അവർ തരൂല. ഇതിങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കാണാം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ക്ലോസപ്പിൽ ആകാശമൊക്കെ കാണുക. വിൻഡോ സീറ്റ് ഇതിന് മുമ്പ് 2 പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആദ്യമായിട്ട് വിൻഡോ സീറ്റ്
ആയിട്ട് കിട്ടണേ. പിന്നെ ഫുഡ് വിസ്താരയിൽ തന്നിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ വന്ന് ചോദിച്ചു ഇങ്ങനെ വെജ് ഓർ നോൺ വെജ് മാം. അപ്പം ഞാൻ പൈസ ഇനി എക്സ്ട്രാ കൊടുക്കേണ്ടി വരും വെച്ചപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് അവർ പറഞ്ഞത് ഫ്രീ ഫുഡാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ഫ്രീ ഫുഡല്ല, നമ്മുടെ ടിക്കറ്റിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. 7,000 സംതിങ് ആയിരുന്നു ടിക്കറ്റ്. അങ്ങനെ അവർ ഫുഡ് തന്ന്. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ വിസ്താരത്തെ ഓരോരോ സൗകര്യങ്ങൾ. ലൈക്ക് മാഗസീൻ ഉണ്ട്, പിന്നെ വൈഫൈ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ. ഫുഡ് നമ്മുടെ വന്നു. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു കേക്ക് ഉണ്ടായിരുന്നു. കേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നേ. ചപ്പാത്തിയും പിന്നെ ഒരു ചിക്കൻ കുറുമ പോലെ ഉണ്ടായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞു. ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം ടീ ഓർ കോഫി മാം എന്ന്. അപ്പം ടീയോ കോഫിയോ? അപ്പോൾ കോഫിയാണ് ഞാൻ ചൂസ് ചെയ്തത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ പാൽപ്പൊടി പോലെ എന്തോ ഉണ്ടായിരുന്നു, പിന്നെ പഞ്ചസാര ഉണ്ടായിരുന്നു. മിക്സ് ചെയ്ത് ഞാൻ കുടിച്ചു. എനിക്കിങ്ങനെ ഫുഡ് കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒന്നാമത്തത് വിൻഡോ സീറ്റ്, പിന്നെ ഈ ഫുഡൊക്കെ കിട്ടുന്നു. അങ്ങനെ വിസ്താര ഓവറോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫൈയിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആകാശം നല്ല ഭംഗിയായിരുന്നു. ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഓക്കെ ഐ ഫ്ലൈയിങ് അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. സംഭവം 3ാമത്തെ ഫ്ലൈറ്റ് ആണെങ്കിൽ പോലും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ എത്താനായി കേട്ടോ, ഡൽഹി എത്താനായി. കാരണം നിങ്ങൾക്ക് കാണാം താഴത്തെ ഓരോ കാഴ്ചകൾ നമുക്കൊന്നും കൂടി സൂം ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ലാൻഡ് ചെയ്യാൻ പോകണമെന്നാണ് അതിൻ്റെ അർത്ഥം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലോട്ടസ് ടെമ്പിളൊക്കെ ഇങ്ങനെ എത്തി നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറേ ഞാൻ തപ്പി എന്തെങ്കിലുമൊക്കെ ബിൽഡിങ് നമുക്ക് അറിയുന്ന എന്തെങ്കിലും ആർക്കിട്ട് ഇതുണ്ടോയെന്ന്. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്യുമ്പോഴൊക്കെ ഒരു പേടി ഉണ്ടായത്. ഒന്നും ആവില്ലല്ലോ അല്ലേ, ഫ്ലൈറ്റിൽ ഒന്നും ആവില്ലല്ലോ അല്ലേ, ഒന്ന് പേടിയല്ലേ. എപ്പോഴൊക്കെ കയറുമ്പോഴും നമുക്കൊരു പേടിയായിരിക്കും ഫ്ലൈറ്റിൽ. കാരണം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ പോലും ആകാശത്തല്ലേ, അതിൻ്റെ ഒരു പേടി. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ഫ്ലൈറ്റിലെ ആക്സിഡൻറ്റ്സ് ഒക്കെ കുറവാണ് എന്നുള്ളൊരു സത്യമാണ്. നമുക്ക് ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഒരു പേടിയായിരിക്കും. ഡൽഹി ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം മുസിരിസ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ പരിപാടി ഉണ്ടായിരുന്നു നമ്മുടെ ജാമ്യയിൽ. അപ്പോൾ അതിൽ പങ്കാളിയാവണം. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയൊക്കെ കുറേയൊക്കെ ഉണ്ടാകും കാണുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കടലമുട്ട നിങ്ങൾക്ക് അവിടെ നോക്കുക, അവിടെ ഒരു ഫ്ലൈറ്റ് പോകുന്നത് കണ്ടില്ലേ, അങ്ങ് ദൂരെ. പിന്നെ അവർക്ക് നമ്മൾ ഇളന്തിവട, കടലമുട്ടായി അതൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് അങ്ങനെ നിന്നു. അങ്ങനെ ഇറങ്ങാണ്. എല്ലാം ഇങ്ങനെ ഇറങ്ങി. പിന്നെ നിങ്ങൾക്ക് സൺസെറ്റ് കാണാം. ഞാൻ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഒരു 3 മണി ആ ടൈമിൽ ഒരു 6 മണി ആ ടൈമിൽ എത്തി, 6:45 അപ്പോൾ. പിന്നെ ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് കാണാം. ഞാനിങ്ങനെ ചുമ്മാ എടുത്തതാണ്. പിന്നെ ഇങ്ങനെ നടന്ന് പുറത്തേക്ക് പോയി. ഞാൻ ഇറങ്ങി ഫ്ലൈറ്റിൽ ജസ്റ്റ് നോ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ഫോർ മീ വിത്ത് വിസ്താര. ഫ്ലൈറ്റ് ഇറങ്ങി. പിന്നെ എൻ്റെ കയ്യിലല്ലാത്ത കുറച്ച് ലഗേജ് ഉണ്ട്, അപ്പോൾ അത് തപ്പിപ്പോവാണ്. ഇതാണ് ഡൽഹി എയർപോർട്ടിൻ്റെ ഇൻസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ പാക്ക് എടുക്കണം. എന്നിട്ട് ഞാൻ മെട്രോയിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഊബർ വിളിക്കാം, പക്ഷേ മെട്രോ ആണ് ഒന്നും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഊബറിന് കുറച്ച് റേറ്റ് ഉണ്ടാവും. സോ ഐ വിൽ ഗോ ഇൻ മെട്രോ. കുറച്ച് വെയിറ്റ് ഉണ്ട് ലഗേജ്. മെട്രോയിൽ പോകുന്ന സീനാണ്, നമുക്ക് നോക്കാം. കുറച്ചധികം നടക്കാനുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. നല്ലോണം നടന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഒരു ലഗേജ് എടുക്കാൻ. ഇൻസൈഡ് നല്ല ഭംഗിയില്ലേ. എത്രങ്ങോനം നടക്കാനുള്ളത്. ഞാൻ കുറേ നടന്നു, എന്നിട്ട് എത്തുന്നേ ഇല്ല. ഇവിടെയാണ് നമുക്ക് ബാഗൊക്കെ എടുക്കാൻ പറ്റുക. ഞാൻ എൻ്റെ ലഗേജ് ഒന്ന് സെർച്ച് ചെയ്യട്ടെ. നമ്മുടെ ബാഗ് ഓരോരോ നമ്പറുള്ള ഒരു ഇതിലാണെന്ന് പറഞ്ഞത്. എൻ്റെ നമ്പർ 7 ആണെന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം 4, 5. അപ്പോൾ 7 നടന്ന് പോവാണ്. കുറേ നേരം കാത്തിരുന്ന് എൻ്റെ ലഗേജ് കിട്ടി. പിന്നെ ഞാൻ മെട്രോയിൽ പോകണോ ഊബറിൽ പോകണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. ഒറ്റയ്ക്കായതുകൊണ്ട് ഊബറിൽ പോകാനൊരു ഇത്ര പൈസ കൊടുത്ത് പോകണമല്ലോ. അങ്ങനെ അടുത്ത് തന്നെ മെട്രോ സ്റ്റേഷനിൽ കണ്ടു. അങ്ങനെ ഡൽഹി മെട്രോ ഞാൻ ആദ്യമായിട്ടോട്ടെ എയർപോർട്ട് സ്റ്റേഷൻ മെട്രോയിൽ പോകുന്നത്. ജസ്റ്റ് ശരി ഇന്നലെ പോകാമെന്ന് പറഞ്ഞിട്ട് പോയി. ഈ ഒരു ടൈപ്പ് ഓഫ് ഡോർ ഓപ്പണിങ് ഒക്കെ ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ ഏത് മെട്രോ സ്റ്റേഷനിലും ഞാനിങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ കുറച്ച് നേരം കാത്തു നിന്നു. അങ്ങനെ മെട്രോൻ്റെ ഉള്ളിൽ കയറി. ഇതാണ് ഇൻസൈഡ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസൈഡ് തന്നെയാണ്. നമ്മുടെ നോർമലുള്ള മെട്രോൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊന്നല്ല, സീറ്റിംഗ് ഒന്നും ഇങ്ങനെയല്ല. അതിൻ്റെ വേറെ വ്ളോഗൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. വെൽക്കം ടു ഡൽഹി മെട്രോ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതാ യെല്ലോ ലൈൻ എത്തി. ഇവിടേക്ക് എത്തിയപ്പോഴൊന്നും കൂടി പരിചിതമായത്. യെല്ലോ ലൈൻ എന്ന് പറയുമ്പോൾ ഹോസ്കാസ് ആണ് ആ ഒരു ഇൻ്റർചേഞ്ച് ടുവേർഡ്സ് യെല്ലോ ലൈൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ എഴുതിയിട്ടുണ്ടാവും ജമാ മസ്ജിദ്, ഇന്ത്യാസ് ലാർജസ്റ്റ് മോസ്ക്. അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻ ചുമ്മാ എടുത്തതാണ്. ഞാനെത്തി. നല്ല സന്തോഷം തോന്നി. കാരണം ഞാൻ ഒറ്റക്കാണ് പാലക്കാട് നിന്ന് ഡൽഹി വരെ എത്തിയത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി.
ഞാൻ ഫൈനലി അങ്ങനെ വീടെത്തി, ഡൽഹിയിലെത്തി. ഈ ഒരു എൻ്റെ യാത്ര ഫ്രം കോയമ്പത്തൂർ ടു എൻ്റെ വീടെത്തുന്ന വരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. കോയമ്പത്തൂരിൽ അമ്മ പാപ്പ അവരൊക്കെ കൊണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഫുൾ ഇത്രയും ദൂരം വരുന്നത്. എനിക്കതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ അതെന്താ പറയുക, കുറേ സ്ഥലങ്ങൾ സ്റ്റെക്കായി പോയി ടെൻഷൻ അടിച്ചു. പക്ഷേ എന്തൊക്കെയോ എനിക്ക് ചെയ്ത് ഞാൻ റെഡി ആക്കിയത്. യെസ്, ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ ഡിഡ് ഇറ്റ്.